മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ നൂലുകെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൻ വെറുതെ ഒന്ന് മഞ്ജുവിനെ ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, എടി നിന്റെ അമ്മ തന്ന കൊലുസും വളയും മാലയൊക്കെ ഇട്ടിരിക്കുന്നത്, എന്നിട്ട് കുഞ്ഞിന് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മഞ്ജു ആണെങ്കിൽ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അത് കണ്ട് മഹി ചോദിക്കുകയാണ്, മഞ്ജുവിന് ഇപ്പോഴും അമ്മയോടുള്ള സംശയം മാറിയിട്ടില്ല അല്ലേ? ലേഖ പറയുന്നുണ്ട്, ദേ മഞ്ജുവിന് മാത്രമല്ല എനിക്കും മാറിയിട്ടില്ല എന്ന്. അങ്ങനെ രേഖയെയും അനന്തുവിനെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കണ്ണൻ സാഗറിനോട് പറയുന്നുണ്ട്, ദേ ഈ പോസിലൊരു സെൽഫി എടുത്തേ സാഗറെ. അങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടിയിട്ട് സെൽഫി എടുത്ത് പിരിയുകയാണ്. തുടർന്ന് മുത്തശ്ശിയും പ്രതാപനും ആവട്ടെ ദേഹമാസകലം ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മേ, ചൂടുവെള്ളം വെച്ച് കുളിച്ചിട്ടും യാതൊരു മാറ്റമില്ലല്ലോ. ആ, ചൊറിഞ്ഞാലും വേണ്ടില്ല, ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള വാർത്ത എത്രയും പെട്ടെന്ന് അറിയാൻ സാധിക്കണേ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ഇറങ്ങുന്നത് മോഹിനിയാണ്. എടാ, അവളുടെ മുഖത്ത് സങ്കടമൊന്നുമില്ലല്ലോ. അവിടെ കുഞ്ഞിന്റെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിഞ്ഞ് ആർത്തലച്ച് കരയേണ്ടവളാ ഇപ്പൊ സന്തോഷത്തോടെ വന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് നോക്കുമ്പോ നല്ല സദ്യയൊക്കെ കഴിച്ച് സുഖമായിട്ടാ വന്ന് ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോ, എന്നാലും അമ്മേ സമയം എടുക്കുമായിരിക്കും. എന്തു സമയം? 2-3 മണിക്കൂർ ആയല്ലോ ആ സ്വാമി പോയിട്ട്. അങ്ങനെ മോഹിനി വരുമ്പോ ചോദിക്കുന്നുണ്ട്, എന്തായി അവിടുത്തെ കാര്യങ്ങളെന്ന്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. കണ്ണൻ കുഞ്ഞിന് നൂല് കെട്ടി. സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു. പിന്നെ അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു സ്വാമി വന്നിരുന്നു, നല്ല തേജസ്സുള്ള സ്വാമി. ആ, അത് വല്ല കള്ളസ്വാമി ആയിരിക്കും എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോ, അല്ലെന്നേ, വന്ന് കുഞ്ഞിനെ അനുഗ്രഹിച്ചു, ഭസ്മൊക്കെ തൊടിയിപ്പിച്ചു. എന്നിട്ടേ അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു അയാൾ ഭസ്മൊക്കെ എടുത്ത് തൊടിയിച്ചത്. അത് ഉറപ്പാ. കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വന്ന സ്വാമി തന്നെയാണെന്ന് പറയുമ്പോ, ഓ ആയിരിക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ മനസ്സിൽ സന്തോഷിക്കണം. എന്നിട്ട് മോഹിനി കയറി പോകുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ഇവള് പറഞ്ഞു വെച്ച് നോക്കുമ്പോ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തോ കുഞ്ഞ് ഭസ്മായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ ഒന്നും സംഭവിച്ചില്ല. പ്രതാപം പറയുന്നുണ്ട്, അമ്മ ഇത്തിരി ക്ഷമിക്കും, അവന്മാര് കാര്യമായിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ടാളും വീണ്ടും പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരുണയാവട്ടെ ഉണ്ണിക്കുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്റെ മുത്തശ്ശിയും അച്ഛനും ഉറപ്പായിട്ടും ഇന്ന് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുമ്പോ, ഡി നീ വെറുതെ പകൽക്കിനാവ് കാണണ്ട. ഇതുപോലെ തന്നെയായിരുന്നല്ലോ പല കാര്യങ്ങളും നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി ചെയ്തത്. അവരൊന്നും വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ്. ഓ പിന്നെ, എന്നിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടാണ് നടന്നത്. നിങ്ങളെ ശരിക്കൊരു മണ്ടലാണെന്നൊക്കെ പറയുമ്പോ, ഓ ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്നതേ ആ കണ്ണനെ കൊല്ലാൻ നോക്കിയിട്ടാ. ആ മാർക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്റെ മുന്നിൽ കിടന്ന് പടഞ്ഞു തീർന്നേനെ എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി പറയുമ്പോ, ആ ആകെ ഒരു ഉപകാരം ഉണ്ടായതേ അയാൾ നടക്കാൻ തുടങ്ങി എന്നുള്ള സത്യം നമ്മൾ എല്ലാവരും അറിഞ്ഞു. സത്യത്തിൽ ഉണ്ണിയേട്ടന്റെ കാലൊടിഞ്ഞതിനേക്കാൾ എനിക്കന്ന് വിഷമായത് അയാൾ നടന്നു വരുന്നത് കണ്ടിട്ടാണ്. സഹിക്കാൻ കഴിയില്ല എനിക്ക് കുഞ്ഞുമായിട്ട് അയാൾ മഹാലക്ഷ്മിക്കൊപ്പം ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ ഓണമൊക്കെ വരികയാണ്. കുഞ്ഞും മഹാലക്ഷ്മിയും കണ്ണനും ഇവിടെ കിടന്ന് സന്തോഷിക്കുന്നത് എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോ, ആ എന്തായാലും നീ വല്ലാതെ സ്വപ്നമൊന്നും കാണണ്ട. അങ്ങനെ കരുണ പറയുന്നുണ്ട്, എന്റെ മുത്തശ്ശിയും അച്ഛനും ഇനി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും, അത് ഉറപ്പാണ്. പിന്നെ അച്ഛന് ജയിലിൽ കിടത്തിയതിന്റെ ദേഷ്യമൊക്കെ അച്ഛനുണ്ട്, അതാ കുഞ്ഞിന്റെ മേലെ തീർക്കും എന്നൊക്കെ പറയുമ്പോ, ആ കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞ് കരുണയെ ചൊടിപ്പിക്കുകയാണ് ഉണ്ണി. ആ നിങ്ങൾക്ക് കഴിവില്ലാത്തതിനെ എന്റെ അച്ഛനെയും മുത്തശ്ശിയെയും കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരുണ പോകുന്നുണ്ട്. എന്നാലും ഉണ്ണിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അവനാണെങ്കിൽ സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് കരുണയെ പോലെ തന്നെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കുക. ശേഷം കൊട്ടേഷൻ ഏറ്റെടുത്തവരാവട്ടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്, എടാ എന്നാലും ഇത് വല്ലാത്തൊരു ചൊറിച്ചിലായി പോയല്ലോ. ഇതിപ്പോ എന്താ പെട്ടെന്ന് പറ്റിയ? ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാ ഇതിപ്പോ അബദ്ധമായത്. ഞാൻ ഭസ്മിട്ട് കൊടുത്തവർക്കൊക്കെ 5 നിമിഷത്തിലധികം ആയുസ് ഉണ്ടായിട്ടില്ല. ഇത് വല്ലാത്തൊരു ചതിയായി പോയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ആ എടുക്ക്, അയാളായിരിക്കും. ചൊറിയാൻ തന്നെ എന്റെ കൈ തികയുന്നില്ല, അപ്പോഴാണ് ഫോൺ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആ ഗുണ്ടയാണെങ്കിൽ ഒരു വിധത്തിൽ പ്രതാപന്റെ കോൾ അറ്റൻഡ് ചെയ്യാണ്. എടാ എന്തായി? ഇതുവരെയും ഒരു ന്യൂസും കിട്ടിയില്ലല്ലോ. ഓ എന്റെ സാറേ, ഇവിടെ ആകെ മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോ, അതെന്താടാ കുഞ്ഞിന്റെ മരണമല്ലേ കേൾക്കാൻ കാത്തിരുന്നത്? ആ സാറേ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത്തിരിയും കൂടി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 5 മിനിറ്റ് കഴിഞ്ഞാൽ മരണപ്പെടുമെന്നൊക്കെയാ ഇവിടെ സ്വാമി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. കുഞ്ഞിന്റെ മുത്തശ്ശിയെ നൂലുകെട്ടെല്ലാം കഴിഞ്ഞ് സദ്യ ഉണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആണോ? പക്ഷെ ഞങ്ങളിവിടെ രണ്ടുപേരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എന്ത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ചൊറിച്ചിലുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്നിങ്ങനെ പ്രതാപം പറയുമ്പോ, ആ എങ്കിൽ പിന്നെ ഇത് വല്ലാത്തൊരു മാന്ത്രികം തന്നെയാണെന്ന് ഇങ്ങനെ പറയാണ്. ആ കള്ളസ്വാമി അടുത്തുണ്ടോ? അയാളെ എനിക്കൊന്ന് കാണണം. അയാൾ വിചാരിച്ചിട്ടൊന്നും നടന്നില്ല, അയാൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതാപൻ ദേഷ്യപ്പെടുമ്പോ, അയ്യോ സാറേ, ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ദേ
ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തിട്ട് എല്ലാവരെയും കൊന്നിട്ടേ ഉള്ളൂ. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം എന്തോ പഴച്ചുപോയി. പക്ഷെ നോക്കാം, 5 നിമിഷം ആണ് കണക്ക്. പക്ഷെ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്നൊക്കെ കാത്തിരിക്കാം എന്നൊക്കെ പറയുമ്പോ ദേ സംഭവിച്ചില്ലെങ്കിൽ തന്നെ എനിക്കൊന്ന് ശരിക്കും കാണണം എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ ആ സ്വാമിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ആ കള്ളസ്വാമിയാണെങ്കിൽ പറയുകയാണ് ചൊറിഞ്ഞുകൊണ്ട് തന്നെ, ആ പ്രതാപന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെ. മുത്തശ്ശി പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ എന്തായി, അയാൾ എന്താ പറയുന്നത്? അമ്മേ, അവരും നമ്മളെ പോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞെ മഹാലക്ഷ്മിയെ പോലെ തന്നെ എന്തോ ഒരു ദിവ്യശക്തിയുള്ള കൂട്ടത്തിലാ. അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മോളാണെങ്കിൽ ഇപ്പോ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവൂല അമ്മേ. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അതേടാ, നമുക്ക് എപ്പോഴും നിരാശ തന്നെയാണ് ഫലം. മാത്രല്ല കുഞ്ഞ് അവളേക്കാൾ പ്രഗത്ഭയായിട്ടുള്ള ദിവ്യശക്തിയുള്ള കുട്ടിയും. ഓ, എനിക്ക് വയ്യ. എന്തായാലും പ്രതാപ, നീ കാരണം കൊണ്ടേ കുറേയേറെ ഗുണ്ടകൾ ജീവിച്ചു പോകുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മേ, 1-2 മണിക്കൂർ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ, എന്നാലും ആ കുഞ്ഞ് ആ ഭസ്മം ശ്വസിക്കോ? അല്ലമ്മേ, അത് ശ്വസിക്കാണ്ട് എങ്ങനെ ജീവിക്കുക? അല്ലടാ, ഭസ്മം ശ്വസിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. ആ, ശ്വസിക്കുമായിരിക്കും. അമ്മേ, എന്റെ പുറം ചൊറിഞ്ഞു തന്നെ, എനിക്ക് ഇവിടെ ചൊറിയാൻ പറ്റുന്നില്ല. അപ്പോഴാ നിന്റെ അങ്ങ് പോടാ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ചൊറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ലേഖയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അനന്തു അവളെ സമാധാനിപ്പിക്കാനായിട്ട് അരികിൽ തന്നെയുണ്ട്. അപ്പോഴാണ് മഹാലക്ഷ്മിയും കണ്ണനും കുഞ്ഞുമായിട്ട് താഴേക്ക് വരുന്നത്. ഈ സമയം ലേഖ വളരെ വിഷമത്തോടു കൂടി തന്നെ അവർക്കരികിലേക്ക് പോവുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, ദേ ഞാൻ എന്റെ വാക്ക് വലിച്ചു. കുഞ്ഞിനെയും അമ്മയെയും ഇന്ന് കൊണ്ടുപോകുന്നില്ല. ഇന്ന് കൊണ്ടുപോയില്ലെങ്കിലും കണ്ണേട്ടൻ ഓണത്തിന് കൊണ്ടുപോകുമല്ലോ. ഓണത്തിനിപ്പോ അധിക ദിവസമൊന്നുമില്ലെന്ന് പറയുമ്പോ കണ്ണൻ പറയുന്നുണ്ട്, അത് ശരി. അപ്പോ എനിക്ക് എന്റെ കുഞ്ഞിനെയും ഭാര്യയെയും എന്റെ കൂടെ ഇരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ലേഖയെ എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുകയാണ്. എന്നാലും കണ്ണേട്ടാ, കുഞ്ഞ് ഞങ്ങളെ വിട്ട് പോകുന്നു എന്നറിയുമ്പോ എന്തോ വലിയ വിഷമം. എവിടേക്ക് പോകുന്നു? നിനക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം. വീഡിയോ കോൾ വഴി വിളിക്കാം. കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കും എന്നൊക്കെ കണ്ണനും മഹിയും പറയുകയാണ്. എടാ, തോമസ് വൈദ്യം പോലും ലേഖയുടെ കാര്യത്തിൽ കൈവിട്ടതാണ്. പിന്നെ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് മഹിക്കും കുഞ്ഞിനും കൂടെ, അതായത് ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീക്കൊപ്പം ലേഖ ഇരിക്കുകയാണെങ്കിൽ അവളുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ വരുമെന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നൊക്കെയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പൊ ഉണ്ടെന്നൊക്കെ പറയുമ്പോ ലേഖ പറയുന്നുണ്ട്, എന്നിട്ടും എനിക്ക് യാതൊരു മാറ്റം വന്നില്ലല്ലോ, എനിക്കൊരു കുഞ്ഞിനെ ദൈവം തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലേഖ വിഷമിക്കുന്നു. ഏയ്, തോമസ് വൈദ്യൻ ഇത് ഞങ്ങളോടും പറഞ്ഞതാണ്. ലേഖ, താൻ സമാധാനപ്പെട്, ഉറപ്പായിട്ടും ഒരു സന്തോഷ വാർത്ത കേൾക്കുമെന്നൊക്കെ കണ്ണനും മഹിയും സമാധാനിപ്പിക്കുകയാണ്. പിന്നെ ഈ കുഞ്ഞിന് ഞങ്ങൾ മാത്രമല്ല അച്ഛനും അമ്മയും, 2 അച്ഛനമ്മമാരുണ്ട്. ഇനി നിങ്ങളും ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ടേ നമുക്ക് 4 പേർക്കും കൂടിയിട്ട് ഈ പൊന്നാമനെ വളർത്താമെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. ഈ സമയം ലേഖയാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് മാറി നിന്ന് കരയുന്നുണ്ട്. മഹിയാണെങ്കിൽ അനന്തുവിനെ നോക്കുകയാണ്. അനന്തു, ഏയ് ലേഖ, എന്താ ഇത്? അത് അനന്തുവേട്ടാ, ഒരുപാട് പേർക്ക് അമ്മയാകാൻ യോഗ്യതയില്ല. അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് കരുണയെയും ഉണ്ണിയെയാണ്. എന്നിട്ടും എനിക്ക് മാത്രം എന്താ ഒരു കുഞ്ഞിക്കാൽ ദൈവം തരാത്തത്? അങ്ങനെ മഹി ഈ വിഷമം കണ്ട് പറയുന്നുണ്ട്, സമാധാനിക്ക്, എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്ന സമയത്തെ നല്ലൊരു ദാമ്പത്യം പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് എന്റെ ആഗ്രഹം കണ്ണേട്ടൻ എങ്ങനെയെങ്കിലും നടന്നു കണ്ടാൽ മതിയെന്നായിരുന്നു. ഇപ്പോഴിതാ ഈ കുഞ്ഞ് എന്റെ കയ്യിൽ കിടക്കുന്നു. എല്ലാം ദൈവത്തിന്റെ കളിയല്ലേ ലേഖേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഈ പിഞ്ചോമനെ നമുക്ക് എല്ലാവർക്കും പങ്കിട്ടെടുക്കാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുക്കുകയാണ്. അവളാണെങ്കിൽ അമ്മയുടെ മുത്ത് എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ ലാളിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് മഹിക്കാണെങ്കിൽ സന്തോഷാവുകയാണ്, മനസ്സും നിറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നത്. അവൾ ആകാംക്ഷയോട് കൂടിയിട്ട് പുറത്ത് നോക്കുമ്പോൾ കണ്ണൻ വളരെ സന്തോഷവാനായി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഇയാളുടെ മുഖത്ത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രമല്ല കുഞ്ഞിനെയും അവളെയും കാണുന്നില്ല. അങ്ങനെ കരുണ വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ണൻ കയറി വരുന്നത് കാണുമ്പോൾ ദുർഗയാണെങ്കിൽ ഓടി വന്ന്, മോനെ എന്തായടാ, എല്ലാം ഭംഗിയായി നടന്നോ? ഭംഗിയായി നടക്കുന്നു മാത്രമല്ല, ലേഖയും അനന്തവും പിന്നെ മഞ്ജുവും സാഗറും മഹിയുടെ അമ്മയൊക്കെ തന്നെ സ്വർണം കൊണ്ടുവന്നിരുന്നു. പക്ഷേ അമ്മയുടെ സ്വർണമായിരുന്നു കുഞ്ഞിന് ഇട്ടുകൊടുത്തത്. ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അത് സന്തോഷത്തോടെ തന്നെയായിരുന്നു നോക്കി കണ്ടിരുന്നത്. അമ്മയുടെ ആഗ്രഹമാണ് സാധിച്ചതെന്നൊക്കെ പറയുമ്പോൾ, മതിയുടെ മോനെ, അമ്മയ്ക്ക് അത് കേട്ടാ മതി. എന്തായാലും പരിപാടിയൊക്കെ ഭംഗിയായി നടന്നല്ലോ, സന്തോഷം. അങ്ങനെ അവരാണെങ്കിൽ പരിപാടിയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പാത്തും പതുങ്ങിയും കരുണ എത്തുന്നതും. കരുണയ്ക്കാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.